എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സിമിലാരിറ്റി അഥവാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സാദൃശ്യം. നമ്മൾ ഇത്രയും കാലമുള്ള ജീവിതത്തിൽ വളരെയധികം കേട്ട് പരിചയപ്പെട്ട ഒരു വാക്കാണല്ലേ. അപ്പം ചില വ്യക്തികളെ കണ്ടാൽ നമ്മൾ പറയും ഇവർ രണ്ടാളെയും കാണാൻ ഒരുപോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർ സിമിലർ ആണല്ലോ. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പുതിയ കാലത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോണുകൾ അല്ലെങ്കിൽ ഐഫോണുകളെ സ്നേഹിക്കുന്നവരായിരിക്കും നമ്മുടെ എല്ലാവരും അല്ലേ. നിങ്ങൾ 2016 അല്ലെങ്കിൽ ഐഫോൺ 11 മുതൽ ഐഫോൺ 16 വരെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഐഫോൺസ് ഒക്കെ തന്നെ കാണാൻ എന്താണ് സിമിലറാണ്, അല്ലെങ്കിൽ ഒരേപോലെ ഉണ്ട്, അല്ലെങ്കിൽ സാദൃശ്യം ഉണ്ട്. ഇച്ചിരി ക്യാമറേൻ്റെ സൈസ് കൂട്ടുന്നു, കുറച്ച് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഡിസ്പ്ലേ സൈസ് കുറച്ച് കൂട്ടുന്നു കുറയ്ക്കുന്നു, അല്ലാതെ വേറൊരു ഡിസൈൻ ചേഞ്ചസ് അല്ലെങ്കിൽ വേറൊരു കോസ്മെറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ കാണാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. എല്ലാം സിമിലറാണ്. അപ്പോൾ സിമിലർ എന്നൊരു വാക്കുമായിട്ട് നമ്മൾക്ക് ബന്ധമുണ്ട്. റിയൽ ലൈഫിൽ നമുക്ക് ആ വാക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയാം. അപ്പം ഇവിടെ മാത്തമാറ്റിക്സിൽ ഗണിതത്തിലേക്ക് വരുമ്പം രണ്ട് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾസും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അവ എപ്പോഴാണ് സിമിലർ ആവുന്നത്? രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. അപ്പം ആ ഒരു സിമിലാരിറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. വെൽക്കം ടു എ ന്യൂ ക്ലാസ്, സിമിലർ ട്രയാങ്കിൾസ്, 9ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠഭാഗം. ട്രയാങ്കിളിൻ്റെ കാര്യം പറയുന്നതിന് മുൻപേ നിങ്ങൾ ഈ അടുത്തായിട്ട് മാരുതി സുസുക്കി വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു പുതിയ കാറ് ലോഞ്ച് ചെയ്തു അവർ. വിക്ടോറിയസ് എന്നാണ് ആ കാറിൻ്റെ പേര്, വിക്ടോറിയസ്. ഈ കാർ ഇറങ്ങിയ സമയത്ത് തന്നെ ടി വിയിൽ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വണ്ടി നേരിട്ട് കാണണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ നേരെ ഷോറൂമിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ വണ്ടി എത്തിയിട്ടില്ല, അതിൻ്റെ കുറച്ച് വീഡിയോസും പിക്ചേഴ്സൊക്കെ നമ്മൾ ഒഫീഷ്യൽ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അയച്ചു തന്നു. ഞാൻ എൻ്റെ വലിയ ടി വിയിൽ ഈ പിക്ചർ ഇങ്ങനെ കണ്ടു. അപ്പം എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ കാറിൻ്റെ ചിത്രം എൻ്റെ ടി വിയിലാണ് കാണുന്നത്. ആ കാറിൻ്റെ അതേ വലിപ്പം എൻ്റെ ടി വിയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് തിയേറ്ററിലൊക്കെ പോയാൽ ചിലപ്പോൾ ആ കാറിൻ്റെ അതേ വലിപ്പത്തിൽ എനിക്ക് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ വീട്ടിലൊരു ചെറിയ ടി വി ആയതുകൊണ്ട് ചെറിയ വലിപ്പത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലാണേ കാണുന്നത്, ഫോണിൽ ചെറിയ വലിപ്പത്തിലേക്ക് ഈ കാറിൻ്റെ പിക്ചർ കാണുക. പക്ഷേ നിങ്ങൾ ഈ ഫോണിൽ കാണുന്ന കാറിൻ്റെ പിക്ചറും റിയൽ ലൈഫിൽ ഈ കാറ് കാണുന്നതും തമ്മിൽ ഷേപ്പൊക്കെ ഒരുപോലെയല്ലേ, സൈസ് മാത്രമല്ലേ മാറുന്നുള്ളൂ അല്ലേ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഇതിനെ നമ്മൾ എ പില്ലർ എന്ന് പറയും കാറുകളിൽ, ഇതിനെ ബി പില്ലർ എന്ന് പറയും. ഈ ബി പില്ലറും ഈ ആംഗിൾ ഇവിടെ ഇപ്പോൾ ഒരു 90 ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു 80 ഡിഗ്രി ആണെങ്കിൽ, ഇപ്പോൾ ഒരു 88 ഡിഗ്രി ആണെങ്കിൽ, ഈ ചെറിയ ഫോട്ടോയിൽ നമ്മളൊരു പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കിയാലും 88 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. വലിയ കാറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ആ കാറിൻ്റെ ഗ്ലാസ്സിൽ പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കിയാലും ആംഗിളുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ഇവിടെ ഈ ക്ലാഡിങ്ങും ഈ ബമ്പറും തമ്മിലുള്ള ആംഗിൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു 110 ഡിഗ്രി ആണെങ്കിൽ, ഈ ഫോട്ടോയിൽ നിങ്ങൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കിയാൽ 110 ഡിഗ്രി ആയിരിക്കും. റിയൽ കാറിൻ്റെ മുകളിൽ ഈ പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കിയാൽ 110 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ ഷേപ്പ് മാറുന്നില്ല, പക്ഷേ സൈസ് മാറുന്നുണ്ട്. അതായത് ആകൃതി മാറുന്നില്ല, വലുപ്പം മാറുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് മാത്തമാറ്റിക്സിലേക്കുള്ള കാര്യങ്ങൾ പറയാം. സിമിലർ എന്താണെന്നുള്ളൊരു ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ രണ്ട് ട്രയാങ്കിൾ കണ്ടു. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിൾ കാണാമല്ലോ. ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ ലെങ്ത്ത് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 7 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയും സെയിം സൈസ് 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ. ഇവിടെ രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ 3 സൈഡ്സും ഈക്വലാണ്. രണ്ട് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഈക്വലാണ്. സ്വാഭാവികമായിട്ടും ഈ ട്രയാങ്കിൾസിൻ്റെയൊക്കെ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിനകത്ത് യാതൊരു സംശയവും ആയിരിക്കില്ലല്ലോ. രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമുണ്ട്.
രണ്ട് ട്രയാങ്കിൾസ് തന്നാൽ, രണ്ട് ത്രികോണങ്ങൾ തന്നാൽ അതിൻ്റെ വശങ്ങളുടെ അളവും ആംഗിൾ അഥവാ കോണുകളുടെ അളവും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളെ നമ്മൾ തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ ടു സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് ടു ട്രയാങ്കിൾ ആർ ഈക്വൽ വി ക്യാൻ കോൾ ദിസ് ട്രയാങ്കിൾ ആസ് ഈക്വൽ ട്രയാങ്കിൾസ്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് അല്ല. എന്താണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്? ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ 3 വശവും, ഇവിടെ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ, ഇങ്ങനെ 3 വശവും ഒരുപോലെയുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറയുക. ഓക്കെ, പക്ഷേ 2 ട്രയാങ്കിൾസ് തന്നിട്ട് അതിൻ്റെ 3 സൈഡ്സും ഇവിടെ ഈ പറഞ്ഞ പോലെ 3 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഈ 2 ട്രയാങ്കിൾസിനെയാണ് നമ്മൾ പറയുന്ന പേരെന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ്. ഈ പറഞ്ഞ കാര്യം ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിയർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഞാൻ 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ പേര് ABC, മറ്റൊരു ട്രയാങ്കിളിൻ്റെ പേര് PQR. ഈ ABC ട്രയാങ്കിളിൽ നമുക്ക് 2 ആംഗിളുകൾ തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ 60 ഡിഗ്രി, അതായത് ആംഗിൾ CAB 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഒന്നുകൂടി ചെയ്യാം. ആംഗിൾ CAB നമുക്ക് തന്നത് 60 ഡിഗ്രിയാണ്. ആംഗിൾ CBA തന്നത് CBA 40 ഡിഗ്രിയാണ്. നമുക്ക് ആംഗിൾ ACB കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയായിരിക്കും? നിങ്ങൾ വേറൊരു പ്രോപ്പർട്ടി നമ്മൾ UP ക്ലാസ്സുകളിലെ പഠിച്ചതാണ്. സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് 180 ഡിഗ്രി. അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ ഉള്ളിലുള്ള കോണുകളുടെ തുക എന്ന് പറയുന്നത്, ആകെ തുക എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കടാ? 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇവിടെ 60 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. 60ഉം 40ഉം 100 ഡിഗ്രി. ബാക്കി എത്ര ഡിഗ്രിയാണ് ഇവിടെ വേണ്ടത്? 80 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ C എത്ര ഡിഗ്രി ഉണ്ടാവും നമ്മുടെ അടുത്ത്? 80 ഡിഗ്രിയാണ് ആംഗിൾ C ഉണ്ടാവുക. 80 ഡിഗ്രി. ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കൂ, ട്രയാങ്കിൾ PQR. ഇവിടെ CABയും ഇവിടെ RPQയും ആംഗിൾ സെയിം ആണല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ആംഗിൾ RPQ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാടാ? 60 ഡിഗ്രി. ഇനി ആംഗിൾ RQP എന്ന് പറയുന്നത് എന്താ? RQP എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. ഇനി ഇവിടെ കണ്ടെത്തേണ്ട ആംഗിൾ എന്താ? ആംഗിൾ PRQ. ആംഗിൾ PRQ എത്ര ഡിഗ്രിയാണ് ഇവിടെ വേണ്ടത്? ഇവിടെയും 60 ഡിഗ്രി, ഇവിടെയും 40 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി വേണം? 80 ഡിഗ്രി. ഇനി ഈ 2 ട്രയാങ്കിൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കോ. ഇവിടെ ഈ ട്രയാങ്കിൾ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ABC എന്ന ട്രയാങ്കിളിനെ നമ്മൾ ഒന്ന് പിടിച്ച് 3 സൈഡിൽ നിന്ന് ഞെക്കിയാൽ അത് PQR ആവും, ഇല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? ഇതൊരു വലിയൊരു കാറിൻ്റെ പിക്ചർ. അതിലൊന്ന് നമ്മൾ ഇതുപോലെതാ, ഞാൻ ഇതേ പ്രോസസ്സ് ചെയ്ത ഒന്ന് ഷോർട്ടാക്കിയ സമയത്ത്, ഒന്ന് ഷോർട്ടാക്കിയാലാണ് എന്ത് സംഭവിക്കുക? ചെറിയ കാറിൻ്റെ പിക്ചറാവുക. അപ്പോഴും നമ്മൾ പഠിച്ചു, ഇതിൻ്റെ ഷേപ്പിന് പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല, സൈസിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഷേപ്പിന് മാറ്റം വരുന്നില്ലെങ്കിൽ അതിൻ്റെ കോണുകൾക്ക് മാറ്റം വരുന്നുണ്ടാവില്ല. അതായത് ഞാൻ ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ ഈ ആംഗിൾ സെയിം ആണ്, പക്ഷെ ഭയങ്കരമായിട്ട് സൂം ചെയ്ത് നോക്കിയാലും ഈ ആംഗിൾ എന്തായിരിക്കും? പ്രൊട്രാക്ടർ വെച്ച് അളക്കുന്ന സമയത്ത് സെയിം ആയിരിക്കും. അപ്പം നമ്മളിവിടെ ട്രയാങ്കിൾ ABCൻ്റെയും PQRൻ്റെയും ആംഗിൾസ് എല്ലാം എന്താണ്? സെയിം ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ 2 ട്രയാങ്കിളിനെ പറയാം ഈക്വൽ ട്രയാങ്കിൾസ് അല്ല, സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിനെ ഒന്ന് പിടിച്ച് വലുതാക്കിയാൽ മറ്റേ ട്രയാങ്കിൾ കിട്ടുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവർ സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. നമുക്കൊന്ന് വലുതാക്കി നോക്കാം. ഇവിടെ ഒന്ന് പിടിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരേ സൈസിൽ ഇവർ രണ്ടാളെയും കിട്ടും. അപ്പം 2 ട്രയാങ്കിൾസ് സിമിലർ ആവാനുള്ള ആദ്യത്തെ കണ്ടീഷൻ എന്താ? 3 ആംഗിൾസ് ഓഫ് എ
three angles of two triangles are equal, that triangle is a similar triangle. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ട്രയാങ്കിൾ എ ബി സിയും പി ക്യു ആറും എന്താണെടാ? സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഇതാണ് സിമിലറിൻ്റെ സിമ്പിൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനിയിപ്പം നമ്മളൊരു ഹോട്ട് വീൽസ് കാറുകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഹോട്ട് വീൽസ് കാറിൻ്റെ ഷേപ്പും ആകൃതിയും ഒരു വലിയൊരു കാറിൻ്റെ ആകൃതിയും സെയിം അല്ലേ? ആകൃതിയാണേ, വലുപ്പമല്ല അല്ലേ? നമുക്ക് കാണാൻ കാറ് പോലെ തന്നെയല്ലേ ഉള്ളത് അല്ലേ? അതായത് ടയറിൻ്റെ വലുപ്പവും ഈ വലുപ്പങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ സെയിം ആയിരിക്കുമല്ലോ. വലിയ കാറിൻ്റെ എന്താണ്? കുറച്ച് സൈസ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ആ ചെറിയ കാറിൻ്റെ ഒരു 10-20 മടങ്ങായിരിക്കും ആ വലിയ കാർ, അങ്ങനെ പറയാലോ. അങ്ങനെയെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ എത്രയോ ഒരു മടങ്ങായിരിക്കൂലേ എ ബി സി എന്ന് പറയുന്നത്? കാരണം എന്താ? അവരുടെ ഷേപ്പ് സെയിമാണ്, അല്ലെങ്കിൽ തമ്മിലുള്ള ആംഗിൾസ് സെയിമാണ്. ഇത്രയും കൺസെപ്റ്റ് മൈൻഡിൽ ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിളുണ്ട്, ഒരു വലിയ ട്രയാങ്കിളുണ്ട്. ഈ ആംഗിൾ നമ്മളൊരു 50 ഡിഗ്രിയാണ്. ഈ വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിളും എന്ത് തന്നെയാണ്? 50 ഡിഗ്രിയാണ്. ഈ സൈഡും ബാക്കായി പോകുന്നുണ്ട്. ഓക്കെ, ഈ സൈഡ് ഒരു 60 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ബാക്കി ഈ ആംഗിൾ എത്ര ആയിരിക്കും? 70 ഡിഗ്രി. ഇവിടെയും 60 ഡിഗ്രിയാണ്, ഇവിടെ എന്തായിരിക്കും? 70 ഡിഗ്രി. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരം ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണല്ലോ, അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണല്ലോ. അതായത് ഈ ചെറിയ ത്രികോണത്തിനെ ഒന്ന് പിടിച്ച് വലുതാക്കിയാൽ വലിയ ത്രികോണം കിട്ടും, അല്ലെങ്കിൽ ചെറിയ ത്രികോണത്തിൻ്റെ എത്രയോ മടങ്ങാണ് വലിയ ത്രികോണം. നമ്മൾ പറയില്ല, ഒരു ചെറിയ കാറിൻ്റെ ഇപ്പം നിങ്ങൾ ഹോട്ട് വീൽസ് വാങ്ങുമ്പോൾ ഷോപ്പിൽ കാണാം 1:64 ആണ് ഹോട്ട് വീൽസിൻ്റെ റേഷ്യോ. അഥവാ ഒരു ഹോട്ട് വീൽസിൻ്റെ 64 മടങ്ങായിരിക്കും എന്തുണ്ടാവുക? വലിയൊരു കാർ ഉണ്ടാവുക. അതുപോലെ നമ്മൾ ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ എത്രയോ ഒരു മടങ്ങായിരിക്കും ഈ വലിയ ട്രയാങ്കിൾ ഉണ്ടാവുക. ഇനി ഇവിടെ കുറച്ച് സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 4 സെൻറ്റിമീറ്ററാണ്. 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 2 സെൻറ്റിമീറ്ററാണ്. വലിയ ട്രയാങ്കിളിൽ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 4 സെൻറ്റിമീറ്ററാണ്. 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 8 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വലിയ ട്രയാങ്കിളിൽ 60 ഡിഗ്രിക്ക് പോട്ടെ, ചെറിയ ട്രയാങ്കിൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 3 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡ്, അതായത് ഈ സൈഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ചില കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും, ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാം. എപ്പോഴൊക്കെയായിരുന്നു ഒരു ട്രയാങ്കിൾ സിമിലർ ആവുന്നത്? അതായത് രണ്ട് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ ട്രയാങ്കിളാണ്. ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സിമിലർ ട്രയാങ്കിളുമാണ്. 3 സൈഡ്സ് ഈക്വൽ ആകുമ്പോൾ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കുമല്ലോ. അതായത് ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. ഈ 2 ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ഈക്വലാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ 3 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് സിമിലർ ട്രയാങ്കിൾ ആയല്ലോ. ഇനി ഇവിടെ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ 2 ട്രയാങ്കിൾസിൻ്റെ 3 ആംഗിൾസ് സെയിമാണ്. അതായത് ഈ ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിൾ. അപ്പോഴും ഇത് സിമിലർ ട്രയാങ്കിളായി. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. ഇനി ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ എത്രയോ ഒരു മടങ്ങാണ് വലിയ ട്രയാങ്കിൾ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇവിടെ ഈ തന്നിരിക്കുന്ന കേസിൽ എത്ര മടങ്ങാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ചെറിയ ട്രയാങ്കിൾ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 4 സെൻറ്റിമീറ്ററാണ്. വലിയ ട്രയാങ്കിൾ അത് 8 സെൻറ്റിമീറ്ററായി. അതായത് 4നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 8 സെൻറ്റിമീറ്റർ കിട്ടുന്നത്. ഇനി ചെറിയ ട്രയാങ്കിളിൽ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 2 സെൻറ്റിമീറ്ററാണ്. വലിയ ട്രയാങ്കിൾ എത്തുമ്പോൾ അത് 4 സെൻറ്റിമീറ്ററായി. അപ്പം ഈ 2നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്? ചെറിയ ട്രയാങ്കിൾ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? 2 സെൻറ്റിമീറ്റർ. അതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇവിടെ വലിയ ട്രയാങ്കിൾ 50 ഡിഗ്രി ഓപ്പോസിറ്റിലായിട്ടുള്ള 4 സെൻറ്റിമീറ്റർ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ
വലിയ ട്രയാങ്കിളിൻ്റെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിനെ 2 കൊണ്ട് ഗുണിച്ചതായിരിക്കൂലേ? അതിൽ നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. കാരണം ഇവിടെ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്ററായി, അത് 2 കൊണ്ട് ഗുണിച്ചതാണ്. ഇവിടെ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള 4 സെൻറ്റിമീറ്റർ, ഇവിടെ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 8 സെൻറ്റിമീറ്ററായി, അതും 4നെ 2 കൊണ്ട് ഗുണിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ 6 സെൻറ്റിമീറ്റർ ആയിരിക്കൂലേ നമ്മുടെ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സൈഡ് എത്ര സെൻറ്റിമീറ്റർ കിട്ടും? 6 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. അപ്പം ഞാൻ പറയട്ടെ, 2 ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈ കാര്യം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായോ? ഓക്കെ ആയോ? ഓക്കെ ആയി ജസ്റ്റ് ക്ലിയർ എന്നൊന്ന് കമൻറ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്യും. എന്നാലും നമുക്ക് മനസ്സിലാവുന്നുള്ളൂ ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന്. ഇതാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു യെല്ലോ ബോക്സ്. ഇൻ എ ട്രയാങ്കിൾസ് വിത്ത് സെയിം ആംഗിൾസ് ദി സൈഡ്സ് ഇൻ ദ ഓർഡർ ഓഫ് ലെങ്ത് ആർ ഇൻ ദ സെയിം റേഷ്യോ. ഇപ്പം ഇവിടെ എന്താ, ഈ സൈഡിനെ 2 കൊണ്ട് ഗുണിച്ചതാണ് ഈ സൈഡ്, ഈ സൈഡിനെ 2 കൊണ്ട് ഗുണിച്ചതാണ് ഈ സൈഡ്, ഈ സൈഡിനെ 2 കൊണ്ട് ഗുണിച്ചതാണ് ഇവിടെ 8 സെൻറ്റിമീറ്റർ. അപ്പം ആംഗിൾസ്, 2 ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് സെയിം ആണെങ്കിൽ ആ 2 ട്രയാങ്കിളിനെ നമുക്ക് സിമിലർ ട്രയാങ്കിൾ എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഈ ട്രയാങ്കിൾസിൻ്റെ വശങ്ങൾ തമ്മിൽ ഒരു അംശബന്ധമുണ്ട്, ഒരു റേഷ്യോ ഉണ്ട്, അതെപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പം ഇവിടെ ഈ സൈഡിനെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പം ഈ സൈഡിനെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇവിടെ 8 സെൻറ്റിമീറ്റർ കിട്ടൂല. അങ്ങനെ കിട്ടൂല. ഇവിടെ ഈ 2 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഈ സൈഡും നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കണം. അതാണ് അടുത്ത പരിപാടി. ഓക്കെ ആണല്ലോ? മുൻപോട്ട് പോകാലോ? സെറ്റ്. ശ്രദ്ധിച്ചോളൂ, ഇവിടെ 2 ട്രയാങ്കിൾസ് ഞാൻ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABC-യും ട്രയാങ്കിൾ PQR-ഉം. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ക്ലാസ് ശ്രദ്ധിച്ച് കണ്ടൊരു കുട്ടിക്ക് മനസ്സിലാവും ഈ 2 ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്, അഥവാ സദൃശ്യ ത്രികോണങ്ങളാണ്. കാരണം എന്താ? ആംഗിൾ CAB-യും RPQയും 60 ഡിഗ്രിയാണ്. ആംഗിൾ CBAയും RQPയും 50 ഡിഗ്രിയാണ്. ആംഗിൾ ACBയും PRQയും 70 ഡിഗ്രിയാണ്. അപ്പം 2 ട്രയാങ്കിളിലെ കോണുകളുടെ അളവ് തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളെ അല്ലെങ്കിൽ ആ ട്രയാങ്കിൾസിനെ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പഠിച്ചു. അപ്പോൾ എനിക്ക് എന്ത് എഴുതടാ? ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് സിമിലർ ടു ട്രയാങ്കിൾ PQR. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇനി 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അവരുടെ വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് സെയിം റേഷ്യോയിലായിരിക്കും നമ്മൾ പഠിച്ചു. നമുക്ക് ആ റേഷ്യോ ഒന്ന് കാണാൻ പോവാം. ഇവിടെ ഈ 2 ട്രയാങ്കിളിലും 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശങ്ങൾ ആരൊക്കെയാണ്? ഈ ട്രയാങ്കിളിലെ വശം ആരാ? AB. ഓക്കെ. ദെൻ ഈ ട്രയാങ്കിളിലെ വശം ആരാ? PQ. അപ്പം AB/PQ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശങ്ങളാണ്. അത് ഒരു നമ്പർ ആയിരിക്കും. ആ നമ്പറിന് നമ്മൾ 6 എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശങ്ങൾ ആരൊക്കെയാണ്? 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് CBയും. ഈ ട്രയാങ്കിളിൻ്റെ കേസിൽ CB. അത് നിങ്ങൾക്ക് എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരണ്ട. P ഇവിടെയല്ല ഉള്ളത്, P ഇപ്പുറത്താണ്. ഇവിടെ P ഇതാണ്, B ഇതാണ്. ഇവിടെയാണ് ഈ സൈഡ് എന്ന് പറയുന്നത് B ആണ്. ഓക്കെ. അപ്പം 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശം ഏതാ? ഈ വലിയ ട്രയാങ്കിളിൽ CB. ചെറിയ ട്രയാങ്കിളിൽ ഏതാ 60 ഡിഗ്രി ഓപ്പോസിറ്റുള്ള വശങ്ങൾ? RQ. ഇവ തമ്മിലുള്ള റേഷ്യോ നമ്മുടെ ഈ സെയിം നമ്പർ ആയിരിക്കും, അഥവാ 6 ആയിരിക്കും. ഇനി 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശങ്ങൾ ഏതാ? അവിടെ 50 ഡിഗ്രിക്ക് ഇവിടെ CAയും അല്ലെങ്കിൽ AC. ഇവിടെ ആരാ? PR-ഉം. ഓക്കെ, PR-ഉം നമുക്ക് നോക്കാം. 50 ഡിഗ്രിക്ക് ഇവിടെ ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് AC ഡിവൈഡഡ് ബൈ ഇവിടെ ആരാ? 50 ഡിഗ്രി ഓപ്പോസിറ്റുള്ള സൈഡ് PR. ഇതും എന്തായിരിക്കും? നമ്മുടെ സെയിം നമ്പർ ആയിരിക്കും. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ഇപ്പം ചില ആൾക്കാർക്ക് ഈ റേഷ്യോ പറഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അതിൻ്റെ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്യും. അപ്പം
ഈ കിട്ടുന്ന ഈ നമ്പറിനെയാണ്, ഈ ആറിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്കെയിലിംഗ് ഫാക്ടർ. എന്താ പറയുക? സ്കെയിലിംഗ് ഫാക്ടർ. ഇതിൻ്റെ ഉപയോഗം എന്താണെന്നറിയോ? ഇപ്പം നിങ്ങൾക്ക് ഈ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് വന്നു. ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ, വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നിട്ടില്ല. നിങ്ങളോട് പറയുകയാണ് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്, സ്കെയിലിംഗ് ഫാക്ടർ 2 ആണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? 2 സെൻറ്റിമീറ്റർ. സ്കെയിലിംഗ് ഫാക്ടർ എന്താ? 2. അപ്പോൾ 2 × 2 4 കിട്ടും. ഇവിടെ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? 4 സെൻറ്റിമീറ്റർ. സ്കെയിലിംഗ് ഫാക്ടർ എന്താ? 2. 4 × 2 8 സെൻറ്റിമീറ്റർ. ഇവിടെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്താ? 3 സെൻറ്റിമീറ്റർ. 3 × 2 6. അപ്പം ഈ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പം ഈ കാര്യങ്ങൾ, ഈ തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ സ്കെയിലിംഗ് ഫാക്ടർ എന്നും പറയുക. ഇത്രയും റെഡി ആയല്ലോ. ഇനി നമുക്ക് ഈ സ്കെയിലിംഗ് ഫാക്ടർ വരുന്നൊരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൺസെപ്റ്റ് കിട്ടും. ഈ ഒരു ചോദ്യം എല്ലാവരും നോക്കൂ. ഇൻ ദ ഫിഗർ ഓഫ് ട്രയാങ്കിൾസ് എ ബി സി ആൻഡ് പി ക്യു ആർ ഈക്വൽ. അതായത് ഇവിടെ എ ബി സിയും പി ക്യു ആർ എന്ന ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് എന്താണ്? ഈക്വലാണ്. ട്രയാങ്കിൾസ് ഈക്വൽ അല്ല കേട്ടോ, ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഈക്വലാണ്. അതായത് ഇവിടെയുള്ള 3 ആംഗിൾസ് ആരാ? വൈ എക്സ് സെഡ്. ഇവിടെ ആരൊക്കെയാ? വൈ എക്സ് സെഡ്. ഓക്കെ, റെഡിയാണല്ലോ. ഇനി നമ്മളോട് ചോദിച്ച് വാട്ട് ടൈംസ് ഓഫ് പി ആർ ഈസ് എ സി. പി ആറിൻ്റെ എത്ര മടങ്ങാണ് എ സി എന്നാണ് ചോദിച്ചത്. ഓക്കെ, പി ആറിൻ്റെ എത്ര മടങ്ങാണ് എ സി? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താ? ഒരു വലിയ ട്രയാങ്കിളും ഒരു ചെറിയ ട്രയാങ്കിളും രണ്ട് സിമിലർ ആണെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളിനെ എത്രയോ മടങ്ങ് വലുതാക്കിയാലല്ലേ നമ്മുടെ വലിയ ട്രയാങ്കിൾ ആവുക. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. വലിയ ട്രയാങ്കിൾ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പി ആർ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും, പി ആറിൻ്റെ ആംഗിൾ ഏതാ? എക്സ്. ഇവിടെ പി ആർ എക്സിൻ്റെ ഓപ്പോസിറ്റിൽ ആരാ? എ സി ആണ്. അപ്പോൾ അത് 6 സെൻറ്റിമീറ്ററും, പി ആർ 3 സെൻറ്റിമീറ്ററും എ സി 6 സെൻറ്റിമീറ്ററും. അങ്ങനെയെങ്കിൽ പി ആറിൻ്റെ എത്ര ടൈംസാണ് എ സി? എ സി ഈസ് ഈക്വൽ ടു 3നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 6 കിട്ടുക? എ സി ഈക്വൽ ടു 2 ടൈംസ് ഓഫ് പി ആർ. അല്ലെങ്കിൽ എ സി എത്ര? 6 സെൻറ്റിമീറ്റർ അല്ലേ? 6 ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് പി ആർ എന്ന് പറഞ്ഞാൽ എന്താ? 2 × പി ആർ. പി ആർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? 2 × 3 ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. അപ്പം നമുക്ക് എന്താ ആൻസർ? എ സി ഈക്വൽ ടു 2 ടൈംസ് ഓഫ് പി ആർ. ഈ കാര്യം കറക്റ്റാണല്ലോ. ഈ കാര്യം ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി നമ്മുടെ റേഷ്യോസ് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ എഴുതാൻ പോകുന്നത് സെഡിന് ഓപ്പോസിറ്റുള്ള സൈഡ്സും എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ്സും വൈക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്സും ആണേ. റെഡിയാണല്ലോ. സെഡിന് ഓപ്പോസിറ്റുള്ള ഈ സൈഡ് എത്രയാണ്? എ ബി. വലിയ ട്രയാങ്കിളിലാണ് എ ബി. ഈ ചെറിയ ട്രയാങ്കിൾ സെഡിന് ഓപ്പോസിറ്റുള്ള സൈഡ് എന്താ? ക്യു ആർ. ഇവ തമ്മിലുള്ള റേഷ്യോയും ഈ എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് തമ്മിലുള്ള റേഷ്യോയും ഈക്വലാണ്. നമ്മൾ പഠിച്ചാണല്ലോ അതായത് എ ബി ബൈ പി ക്യു ഈക്വൽ ടു ആർ ആണ്. ഈ 3 ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ റേഷ്യോ എന്താണ്? സെയിം ആണ്. അപ്പം 3 6 വരുന്നത്. അപ്പം നമുക്ക് സെഡിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ അതിനോട് ഈക്വൽ ആയിരിക്കും എക്സിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സിൻ്റെ റേഷ്യോ. എക്സിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ റേഷ്യോ ആരാ? എ സി ബൈ ഇവിടെ ആരാ? പി ആർ. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എ സി ബൈ പി ആർ ഈക്വൽ ടു ആണല്ലോ. വൈൻ്റെ ഓപ്പോസിറ്റിൽ സൈഡ്സ് ഏതൊക്കെയാണ്? സി ബി അല്ലെങ്കിൽ ബി സി ഡിവൈഡഡ് ബൈ പി ക്യു. ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ, പി ക്യു ചെറിയ ട്രയാങ്കിൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ബി സി ബൈ പി ക്യു. ഇവരൊക്കെ എന്താണ്? എ സി ബൈ പി ആർ. എ സി എന്താണ് നമുക്ക് നോക്കാം. എ ബി എന്താണ് ഇവിടെ? 8 സെൻറ്റിമീറ്റർ. അപ്പം 8 ഡിവൈഡഡ് ബൈ ക്യു ആർ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 8 ബൈ ക്യു ആർ ഈക്വൽ ടു എ സി നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ പി ആറും തന്നിട്ടുണ്ട് 3 ഈസ് ഈക്വൽ ടു ബി സി ബൈ പി ക്യു. ബി സി തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. അപ്പം പി ക്യു എന്താ തന്നിട്ടില്ല. അപ്പോൾ പി ക്യു ഇതിനകത്ത് നമുക്ക് 6/3 എന്താണ്? 2 ആണ്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാം 2 ആയിരിക്കും, അല്ലെങ്കിൽ
ഈ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 2 ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോനെ നമുക്ക് 6 കിട്ടിയാൽ ഈ 6നെ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു. അതായത് 2 ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ ആ ചെറിയ ട്രയാങ്കിളിൻ്റെ ലെങ്ത്തിനെ ഒരു സ്കെയിലിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വലിയ ട്രയാങ്കിളിൻ്റെ ലെങ്ത്ത് കിട്ടും. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മുടെ സ്കെയിലിംഗ് ഫാക്ടർ എത്രയാണ് കിട്ടിയത്? 2 ആണ് കിട്ടിയത്. നമുക്ക് നോക്കാം ചെറിയ ട്രയാങ്കിളിൻ്റെ ലെങ്ത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വലിയ ട്രയാങ്കിൾ കിട്ടുമെന്ന്. ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് PR 3 സെൻറ്റിമീറ്ററാണ് ചെറിയ ട്രയാങ്കിളിൻ്റെ ലെങ്ത്ത്. അങ്ങനെയെങ്കിൽ ഇവിടെ എക്സിന് ഓപ്പോസിറ്റുള്ള AC കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ സ്കെയിലിംഗ് ഫാക്ടറായ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ? മതി. 3 × 2 = 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? 2 ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പഠിച്ചു. 2 ട്രയാങ്കിൾസിൻ്റെ വലിപ്പം ഡിഫറെൻ്റ് ആണ്, പക്ഷേ ആംഗിൾസ് എല്ലാം സെയിം ആണെങ്കിൽ ആ ട്രയാങ്കിൾസ് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പഠിച്ചു. 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അവരുടെ ലെങ്ത്തിൻ്റെ തമ്മിലുള്ള അളവെന്ന് പറയുന്നത് ഒരേ റേഷ്യോയിലായിരിക്കും. ആ റേഷ്യോനെയാണ് നമ്മൾ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയുക. ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ലെങ്ത്തിനെ സ്കെയിലിംഗ് ഫാക്ടർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വലിയ ട്രയാങ്കിളിൻ്റെ ലെങ്ത്ത് കിട്ടും. അങ്ങനെയെങ്കിൽ സ്കെയിലിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഒരൊറ്റ ചോദ്യം ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ ഒരു ചോദ്യം നോക്കൂ. 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഇവർ സിമിലറുമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താ? ഇവിടെയുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്? എക്സും വൈയും സെറ്റും. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഏതൊക്കെയാണ്? എക്സും വൈയും സെറ്റും. 2 ട്രയാങ്കിൾസിൻ്റെ സൈഡ്സും തന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ ട്രയാങ്കിളും ഇതൊരു വലിയ ട്രയാങ്കിളും. അങ്ങനെയെങ്കിൽ ഇവരുടെ സ്കെയിലിംഗ് ഫാക്ടർ നമുക്ക് കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണുക? ഇവിടെ എക്സ് ഡിഗ്രിക്ക് ചെറിയ PQRലെ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റിലായിട്ടുള്ള സൈഡ് ഏതാ? 5 സെൻറ്റിമീറ്റർ. വലിയ ട്രയാങ്കിൾ എക്സിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? 15 സെൻറ്റിമീറ്റർ. അപ്പം ഞാൻ നോക്കട്ടെ. നമ്മൾ ഈ എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എഴുതുമ്പം CB / RQ = വൈക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? AB / ഇവിടെ വൈക്ക് ഓപ്പോസിറ്റ് ഏതാ? PQ. സെഡിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? ഇവിടെ വരുമ്പം AC / ഇവിടെ വരുമ്പോൾ ആരാ? PR. ഒരൊറ്റ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക്. CBൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത്? CBൻ്റെ ലെങ്ത്ത് 15. QR-ൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത്? QR ലെങ്ത്ത് 5. 15/5 എന്ന് പറഞ്ഞാൽ 3. അഥവാ ഈ ട്രയാങ്കിൾസിൻ്റെ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 3 ആണ്. അല്ലെങ്കിൽ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 3 ആണ്. അഥവാ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് കിട്ടി വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡിനെ സ്കെയിലിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വലിയ ട്രയാങ്കിൾ കിട്ടും. ദാറ്റ് മീൻസ് ഈ ഇവിടെ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ 5നെ സ്കെയിലിംഗ് ഫാക്ടറായ 3 കൊണ്ട് ഗുണിച്ചാൽ വലിയ ട്രയാങ്കിളിൻ്റെ ലെങ്ത്തായ 15 സെൻറ്റിമീറ്റർ കിട്ടും. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ എന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇനി ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനുള്ള റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്.